അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരമാവധി അതിനെ എതിർക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന ആളുകളെ കൂടെ നടത്തുകയും അവരുടെ ബഹുമാനം പറയുകയും ചെയ്യുന്ന ഒരു പതിവാണ് നമ്മളിപ്പോൾ ചേളാരി വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചേളാരി വിഭാഗം മർക്കസിൽ പഠിക്കുകയും അവിടെ നിന്ന് ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും നേടാതെ ഇപ്പോൾ കാന്തപുര ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ് നടക്കുന്ന ഒരാൾ പോലും അഡ്രസ്സ് പോലും അറിയാത്ത ഇസ്മായിൽ തോട്ടുമുക്കം എന്ന് പറയുന്ന ഒരു മൗലവി. അദ്ദേഹം മുമ്പ് സഖാഫി ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തെ സഖാഫി എന്ന് പോലും വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് രണ്ടു വട്ടം നല്ലതുപോലെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാകുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നല്ല നിലയിൽ തന്നെ സംസാരിക്കുകയും ഞാൻ സംസാരിച്ച സമയത്ത് ഷെയർ മുബാറക്കിനെതിരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്, അത് എൻ്റെ ഇമെയിലിലേക്ക് അദ്ദേഹം അയച്ചു തരാം എന്ന് എന്നോട് അദ്ദേഹം വാഗ്ദത്വം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് 100% കളവ് ആണ് എന്നുള്ളത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പിന്നീട് വിഷയം ചോദിക്കുന്ന സമയത്ത് തെറി പറയുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം തൃശ്ശൂരിൽ വെച്ച് SKSSFന്റെ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് ആ പരിപാടി ഓൺലൈനിലൂടെ ഞാൻ നേരിട്ട് കേട്ട ആ പരിപാടി, അതിനുശേഷം 10 മിനിറ്റിന് ശേഷം ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ച് പുറത്തിറങ്ങി 10 മിനിറ്റിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ച സമയത്ത് ഒരു പ്രകോപനവും അദ്ദേഹത്തെ ഉണ്ടാക്കാത്ത തരത്തിൽ തെളിവ് അദ്ദേഹം അയച്ചു തരാമെന്ന് പറഞ്ഞ വിഷയത്തിൽ കാര്യം അന്വേഷിച്ച സമയത്ത് ഒരു പണ്ഡിതന് ചേരാത്ത തരത്തിലുള്ള സംസ്കാര ശൂന്യമായ തെറി വിളിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ് എന്നുള്ള തരത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. കാരണം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല, അദ്ദേഹത്തിന്റെ പരിപാടി ഓൺലൈനിലൂടെ കേട്ട ആളാണ് ഞാൻ എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകാൻ വകുപ്പില്ല. അതുകൊണ്ടായിരിക്കാം എൻ്റെ മുമ്പിൽ അദ്ദേഹം കിടന്നുറങ്ങുകയാണെന്നുള്ള ഒരു അഭിനയം അദ്ദേഹം അഭിനയിച്ചത്. കാരണം അദ്ദേഹം യാത്രയിലാണ് എന്ന് വളരെ വ്യക്തമാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുമായി സംസാരിക്കാൻ ഈ ഫോൺ ശേഷം വിളിച്ചപ്പോൾ കൂടെയുള്ള ആളെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പം വീട്ടിൽ കിടന്നുറങ്ങുകയാണെന്നുള്ള കളവ് പറയുകയാണ് മൗലവി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നേരിട്ട് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറയുന്ന കേൾക്കും മൗലവി, എന്താ ഇത്ര പേടി സംസാരിക്കേ? എന്താ സംസാരിക്കാ? ഇതാ സംസാരത്തിന്റെ സംസ്കാരം.